മലയാളത്തിൽ എഴുതുക എന്നുള്ളതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന ആളാണ്. നമ്മളുടെ കൊളോക്കിയൽ ഭാഷ എടാപാടാ പോടാ അല്ല മലയാളം. മലയാളം എന്ന് പറയുന്ന സാഹിത്യ ഭാഷ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊരു ബുക്ക് തന്നെ അതിനെക്കുറിച്ച് എഴുതി, സിവിൽ സർവീസ് എങ്ങനെ മലയാളത്തിൽ എഴുതാം, കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട്. ഇത് പലർക്കും അറിയത്ത് പോലുമില്ല. ഇപ്പൊ എന്റെ സർവീസ് എന്ന് പറയുന്ന IRS ആണ്. IAS, IPS, IFS, IRS, റെയിൽവേ സർവീസ്, ഇൻഫർമേഷൻ സർവീസ്, അക്കൗണ്ട് സർവീസ്, കോർപ്പറേറ്റ് ലോ സർവീസ്, അങ്ങനെ 20-ൽ പരം സർവീസുകളിലേക്കാണ്. അതെല്ലാം സിവിൽ സർവീസാണ്. അപ്പോൾ അതിൽ ഞാൻ IRS IT ആണ്. 99% എല്ലാവരും ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറയാം. പക്ഷേ പർപ്പസ്ഫുള്ളി ആരെങ്കിലും പർപ്പസ്ലി ചെയ്യുന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റെയ്ഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഓഫ്കോഴ്സ് അതിൻ്റെ ഭാഗമായിട്ടിരുന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് റെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഒരാൾ അത് ഇവേഷൻ നടത്താൻ ശ്രമിച്ചു, നമ്മളത് കണ്ടുപിടിച്ചു, അത് പുറത്ത് കൊണ്ടിരുന്നു, അയാളോട് അത് അടയ്ക്കാൻ പറയുന്നു, അങ്ങനെ അത് അടയ്ക്കുന്നു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഈ പറയുന്ന കാര്യം. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. എൻ്റെ അമ്മ ഒരു 3 ടേമിൽ പഞ്ചായത്തിൽ സേവനം അനുഷ്ഠിച്ച ആളാണ്. പ്രസിഡൻ്റായിട്ട് വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അച്ഛനാണോ അങ്ങനെ സോഷ്യലി ഇൻവോൾവ് ആണ്. ഞാനും അങ്ങനെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരമായി മാറാൻ കഴിയുക എന്നുള്ളതൊരു ആഗ്രഹമാണ് പലപ്പോഴും. അത് ആളാവാനോ വലിയ ഹീറോ ആവാനോ ഒന്നുമല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ സർവീസിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓർക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.